ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. മിക്കവാറും സ്ഥലത്ത് 90% സ്ഥലത്ത് പ്രതിപക്ഷം തോക്കുകയാണ് ഉണ്ടായത്. പക്ഷെ കേരളത്തിൽ മാത്രം, ഉദാഹരണത്തിന് തൃക്കാക്കരയിൽ PT തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ് ഉപതെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടിന് ഞങ്ങൾ ജയിച്ചത്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ജയിച്ചതിൻ്റെ 4 ഇരട്ടി വോട്ടിന് 37,000 വോട്ടിനാണ് പുതുപ്പള്ളിയിൽ ജയിച്ചത്. പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്. ചേലക്കര തോറ്റെങ്കിലും 40,000 വോട്ടിൻ്റെ LDFിൻ്റെ ഭൂരിപക്ഷം 12,000 കുറച്ചു. നിലമ്പൂരിൽ ഞങ്ങൾ LDF ജയിച്ച സീറ്റ് 3,000-ഓളം വോട്ടിന് ജയിച്ച സീറ്റ് ഞങ്ങൾ 11,000-ലധികം തിരിച്ചു പിടിച്ചു. കഴിഞ്ഞ 4.5 വർഷക്കാലം ലോക്കൽ ബോഡിയിലേക്ക് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും മേൽക്കൈ UDFനായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം UDFന് കുറെ കൂടി അനുകൂലമാണ്. കാരണം ഗവൺമെൻറ്റിനെ കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം വെറുക്കുന്നു. ആ വോട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. അപ്പോൾ കോട്ടയത്തടക്കം മധ്യ കേരളത്തിൽ ഗംഭീരമായ വിജയം തേടും. അന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. UDF എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചു, ഇത് കേവലം കുറേ പാർട്ടികളുടെ കോൺഫെഡറേഷൻ മാത്രമല്ല. ഇപ്പോൾ കുറേ പാർട്ടികളുടെ കോൺഫെഡറേഷൻ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ കൂടി ഒന്നിച്ച് ചേരുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം കൂടിയായി ഞങ്ങൾ UDFനെ വികസിപ്പിച്ചിട്ടുണ്ട്. അത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിൻ്റെ അടിത്തറ കുറേ കൂടെ വിപുലീകരിക്കും, സംശയം വേണ്ട. ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ നിരവധി കക്ഷികൾ UDFൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. ഞങ്ങളതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത്. ഇനിയും വരും കക്ഷികൾ UDFലേക്ക്. കക്ഷികൾ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ഇതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. കോൺഫെഡറേഷൻ ഓഫ് പാർട്ടീസ് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വിപുലമായ ഒരു സംവിധാനം ഇന്നത്തെ UDFനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പൊക്കെ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അതൊക്കെ പണ്ട് ജമായത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയിരുന്നത് പണ്ട് CPM ആണ്. 30 കൊല്ലക്കാലം ജമായത്ത് ഇസ്ലാമിയുടെ തോള കൈയിട്ടിട്ടാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ നടന്നത്. CPMൻ്റെ നേതാക്കന്മാർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്കെതിരായിരുന്നു ജമായത്ത് ഇസ്ലാമി. ആ എല്ലാ തെരഞ്ഞെടുപ്പിലും LDFനാണ് ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തത്. ഇപ്പോൾ അവർ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർട്ടി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ UDFന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അവരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇനി ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കലാപമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായ ശബ്ദം കേരളത്തിൽ ഉയർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഉയർത്തിയത്. അതായത് ഒരു സെക്യുലർ ശബ്ദം. അത് കേരളം പ്രത്യേകമായി എന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെച്ചു. ലീഗ് അങ്ങനെ ചെയ്തത് തെറ്റാണ്, സംഘർഷം ഉണ്ടാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പിരിഞ്ഞുപോയ INL അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അവരുടെ മന്ത്രി വരെ കേരളത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ മുന്നണിയിൽ വെൽഫെയർ പാർട്ടി ഇല്ല. ഞങ്ങളുടെ മുന്നണിയിലെ ഘടകകക്ഷിയോ അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ അസോസിയേറ്റ് പാർട്ടിയോ അല്ല. അതെനിക്കറിയില്ല. ഞാനാണ് UDF ചെയർമാൻ, ഞാനാണ്. അവർ ഞങ്ങളുടെ മുന്നണിയിലും ഇല്ല, ഞങ്ങളുടെ അസോസിയേറ്റ് പാർട്ടിയല്ല. അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നോ മോർ ഇല്ല, അത്രയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഐ മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. അതൊക്കെ ഉണ്ടാവുന്നേ. UDF പിന്തുണയോടെയൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നുണ്ടാവും. അത് ഞാൻ പറയില്ല, അവരുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളത് സ്വീകരിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങൾ പറഞ്ഞല്ലോ,
ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഇനി നോ മോർ ക്വസ്റ്റ്യൻസ്. ഞാൻ ക്ലിയർ ചെയ്തു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ദേശാഭിമാനിലോ കൈരളിയിലോ കൊടുക്കാനുള്ള ഉത്തരം വേണ്ട, അതിന് എന്നോട് ചോദിക്കണ്ട. ഞാൻ ആൻസർ ചെയ്തൊന്നേ. വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. വേറെ ഏതെങ്കിലും ചോദ്യം ചോദിക്കും. അത് നിങ്ങൾ ചോദിക്കണതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ പറയില്ല. വേറെ ആർക്കെങ്കിലും ചോദിക്കാം. ഇതിപ്പോൾ സ്ഥിരമായി വന്നിട്ട് ഞാൻ സംസാരിക്കുക. താങ്കളല്ല സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുക. അല്ല, അതിൻ്റെ ഇടയിൽ കയറി ഇല്ല, നിങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ആ മുഖ്യമന്ത്രിയോടെ പോയിട്ട് ഇത് ചോദിക്കൂല, ഒരാളും ചോദിക്കൂല. നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഇത് ഞാൻ അതിഥിയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തടസ്സപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ല. ഇപ്പോൾ ഒരു സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി, കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ നിന്നും കുറേ റിപ്പോർട്ടർമാർ വരും. എന്നിട്ട് ബാക്കിയുള്ള റിപ്പോർട്ടർമാർക്ക് ചോദിക്കാൻ അവസരം പോലും കൊടുക്കാതെ ഇവർ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും. ആ കെണിയിൽ ഞാൻ വീഴില്ല, മനസ്സിലായ? വേറെ ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. എല്ലാം കഴിഞ്ഞു, നിങ്ങളുടെ കഴിഞ്ഞു. ഇനി വേറെ ആരെങ്കിലും ചോദിച്ചു. ഇപ്പം അതിനെ പറ്റിയ സമയമല്ലല്ലോ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഞങ്ങൾ ജാഥ നടത്തി. കേരളത്തിലെ 4 കോൺഗ്രസ് നേതാക്കന്മാർ വിവിധ എല്ലാ ജില്ലകളും കവർ ചെയ്തുകൊണ്ടുള്ള ജാഥ നടത്തി. പത്തനംതിട്ടയിൽ അത് സമാപിച്ചു. ഞങ്ങളെല്ലാവരും അടക്കമുള്ള UDF നേതാക്കന്മാർ പദയാത്ര നടത്തി. പത്തനംതിട്ടയിൽ ഞങ്ങൾ വലിയ ഒരു സംഗമം നടത്തി. അതിനുശേഷം പന്തളത്ത് വലിയ പരിപാടി നടത്തി. പിന്നെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് പോയി.